വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇസ്രായേലരുടെ അടുത്ത് തിരിച്ചെത്തിയ യൂദിത്ത് ദാസിയുടെ സഞ്ചിയിൽ നിന്ന് ഹോളോഫർണസിൻ്റെ തലയെടുത്ത് അവരെ കാണിച്ചു. ജനം അത്ഭുതപരതന്ത്രരായി. അവർ ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. യൂദിത്ത് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ, ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം. പിറ്റേ ദിവസം അസ്രിയക്കാരെ കീഴടക്കാനായി തയ്യാറാവണമെന്നും അസ്രിയൻ പട്ടാളം ഹോളോഫർണസിൻ്റെ തിരിയുമ്പോൾ അവൻ്റെ ശിരസില്ലാത്ത ശരീരം കണ്ട് ഭയവിഹ്വലരായി പലായനം ചെയ്യുമ്പോൾ അവരെ കീഴടക്കണമെന്നതായിരുന്നു യൂദിത്ത് കൊടുത്ത നിർദ്ദേശം. അവർ ആഖിയോറിനെ വിളിപ്പിച്ചു. അവൻ ഹോളോഫർണസിൻ്റെ തല കണ്ട് അതിശയിച്ചു. ഇസ്രായേലിൻ്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട ആഖിയോർ ദൈവത്തിൽ ഗാഢമായി വിശ്വസിക്കുകയും അവൻ ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു. അസ്രിയക്കാർ നടന്ന സംഭവത്തിൽ വിസ്മയഭരിതരായി. അവർ പേടിച്ച് വിറച്ച് ആരെയും കാത്തു നിൽക്കാതെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണവരെ കീഴടക്കി. കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂദിത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യോവാക്കിമും കൂട്ടരും വന്നു. ജനം 30 ദിവസം പാളയം കൊള്ളയടിച്ചു. അവർ ഹോളോഫർണസിൻ്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും യൂദിത്തിന് നൽകി. യൂദിത്ത് ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചു. എൻ്റെ നാഥന് കൈത്താളം കൊട്ടിയൊരു നവകീർത്തനം ആലപിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ്. എന്നെ പിന്തുടരുന്നവരുടെ കൈകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജനത്തിൻ്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു എന്ന് തുടങ്ങുന്ന കീർത്തനം പാടി അവർ ദൈവത്തെ സ്തുതിച്ചു. യൂദിത്ത് വൃദ്ധയായി 105 വയസ്സുവരെ ജീവിച്ച കാലമത്രയും അവൾ വിധവയായി ഭർത്താവായ മനസ്സയുടെ വീട്ടിൽ കഴിഞ്ഞു. മരണശേഷം അവളെ മനസ്സയുടെ കല്ലറയിൽ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം അവളെ ഓർത്ത് 7 ദിവസം ദുഃഖമാചരിച്ചു. യൂദിത്തിൻ്റെ കാലത്തോ അവരുടെ മരണത്തിന് ശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയില്ല. യൂദിത്തിൻ്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.